നമസ്കാരം. എല്ലാ പത്രങ്ങളും വായിക്കാറുണ്ടെങ്കിലും ഞാൻ എല്ലാ ദിവസവും എന്ത് തിരക്കുണ്ടെങ്കിലും മനോരമയും മാതൃഭൂമിയും കേരള കൗമുദിയും വായിക്കാതിരിക്കില്ല. അത് മൂന്നും ആദ്യം വായിക്കും. അത് കഴിഞ്ഞാണ് മറ്റ് പത്രങ്ങളിലേക്ക് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF അധികാരത്തിൽ വന്നതിന് ശേഷം ഈ മൂന്ന് പത്രങ്ങളുടെ പട്ടികയിൽ ദേശാഭിമാനി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്നുകൊണ്ടുമല്ല, ദേശാഭിമാനിക്ക് നല്ല നെറ്റ്വർക്കുണ്ട്, അവർക്ക് കൃത്യമായ രാഷ്ട്രീയം അറിയാം. അതുകൊണ്ട് തന്നെ UDFുമായി ബന്ധപ്പെട്ട് ആ സർക്കാരിൻ്റെ ഇമേജ് തകർക്കാൻ പറ്റിയ പല വാർത്തകളും അവർക്ക് കൊണ്ടുവരാൻ പറ്റും. അതിൽ കഴമ്പുള്ള വാർത്തയുണ്ടെങ്കിൽ നമുക്കതിൻ്റെ വിശദാംശങ്ങൾ തപ്പിയെടുത്ത് കൊടുക്കാനും സാധിക്കും. പിണറായി ഭരണകാലത്ത് ദേശാഭിമാനി വായിച്ചു കൊണ്ടിരുന്നത് ചിരിക്കാൻ വേണ്ടിയായിരുന്നു. എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ ദേശാഭിമാനി വായിച്ചാൽ ഇവിടെയെല്ലാം സുഗമമാണല്ലോ എന്നോർത്ത് സന്തോഷിക്കാൻ കഴിയും എന്ന് ചില ഡോക്ടർമാർ രോഗികളോട് പറയാറുണ്ടായിരുന്നത്രേ. അങ്ങനെ ചിരിക്കാൻ വേണ്ടി, സന്തോഷിക്കാൻ വേണ്ടി ദേശാഭിമാനി വായിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ദേശാഭിമാനി വായിക്കുമ്പോഴും ആ ചിരി തുടരേണ്ടി വരുന്നു. കാരണം 10 വർഷം സർക്കാരിൻ്റെ സ്തുതി പാടിയ ദേശാഭിമാനി ഒരൊറ്റ അടിക്ക് ഒരു ദിവസം കൊണ്ട് സർക്കാർ വിരുദ്ധമാകുന്നു. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കുറ്റം. CPMകാർക്ക് പോലും സഹിക്കാൻ കഴിയാത്ത വിധത്തിലാണ് ദേശാഭിമാനിയുടെ ഘടന. ഇന്നത്തെ ദേശാഭിമാനി നോക്കുക. എല്ലാ പത്രങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മെസ്സിയുടെ ഹാട്രിക് ആണെങ്കിൽ ദേശാഭിമാനിയുടെ പ്രധാനപ്പെട്ട UDF RSSന് കീഴടങ്ങി PM ശ്രീക്ക് പച്ചക്കൊടി, ഡീലിൻ്റെ ഭാഗം CPIM. അടുത്തത് അപ്രഖ്യാപിത പവർ കെട്ട് തുടങ്ങി. ഇത്തരത്തിലാണ് പോകുന്നത്. PM ശ്രീ തുടങ്ങി വെച്ചതും ഒപ്പിട്ടതും ആദ്യ ഗഡു സാമ്പത്തിക സഹായം കൈപ്പറ്റിയതുമൊക്കെ പിണറായിയുടെ സർക്കാരാണെന്ന് അവർ മറന്നുപോയി. ഇത്തരത്തിൽ ദേശാഭിമാനി ആഞ്ഞടിക്കുന്നുണ്ടെങ്കിലും അത് CPMകാരെ പോലും ത്രസിപ്പിക്കുന്നില്ല. അത്രയ്ക്ക് ശക്തമാണ് ഇപ്പോഴും സതീശൻ തരംഗം. ഇന്ന് VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ട് 1 മാസം പൂർത്തിയാവുകയാണ്. സണ്ണി ജോസഫിന്റെ അളിയനെ നിയമിച്ചതും GP നിയമനവും ഒക്കെ വിവാദങ്ങൾക്ക് കാരണമായെങ്കിലും പല കാര്യങ്ങളും വേണ്ടത്ര വേഗതയിൽ സംഭവിക്കുന്നില്ല എന്ന് പലർക്കും പരാതിയുണ്ടെങ്കിലും IAS IPS ഉദ്യോഗസ്ഥ പുനർനിയമനത്തിൽ പല ദുരൂഹ താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടുന്നുവെന്ന പരാതി ഉണ്ടെങ്കിലും ഇതൊന്നും ജനങ്ങളെ ബാധിക്കുന്നേയില്ല. ജനങ്ങൾ ആവേശഭരിതരാണ്. 1 മാസം കൊണ്ട് ഏതൊരു സർക്കാരിനും ചെയ്യാൻ കഴിയുന്നതിലധികം കാര്യങ്ങൾ ചെയ്തെന്നും പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കേണ്ട ഒരു സാഹചര്യവുമില്ലെന്നും എല്ലാവരും ഒരുപോലെ പറയുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ പ്രഖ്യാപനങ്ങൾ, പുതിയ പുതിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കൂ, KSRTC ബസ്സിലെ സൗജന്യ യാത്ര. ഒരുപാട് പരാതികൾ അതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. സൗജന്യ യാത്ര കൊടുക്കണോ എന്ന സംശയം പലർക്കുമുണ്ട്. പക്ഷേ സാധാരണ സ്ത്രീകൾ, അതായത് വീടുകളിൽ ജോലിക്ക് പോകുന്ന, ചെറിയ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്ന, സ്കൂളുകളിലും കോളേജുകളിലും പോകുന്ന സാധാരണ വീട്ടമ്മമാർക്ക്, മീൻ വിൽക്കാനും പച്ചക്കറി വിൽക്കാനും ചന്തയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഇത്തരത്തിലുള്ള സാധാരണ സ്ത്രീകൾക്ക് ഇത് വലിയ ആശ്വാസമാണ്. ഒരു വീട്ടമ്മയുടെ വാക്ക് മാത്രം കേൾക്കുക, എത്രമാത്രം ഇത് സാധാരണ മനുഷ്യരെ സ്വാധീനിക്കുന്നുണ്ടെന്ന്. സന്തോഷമായി മോളെ. ഞാനൊക്കെ എന്റെ ഭർത്താവിന് സുഖമില്ലാത്ത ഭർത്താവാണ്. അപ്പോ ചില സമയത്ത് ഫുഡൊന്നും കൂടി ഒരുപാട് കഷ്ടപ്പെടും. അപ്പൊ ഇങ്ങനെ ഒരു നല്ല നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ബസ് വിട്ട് തന്നപ്പോ ഗവൺമെന്റിനും നല്ല നന്ദി പറയുന്നു. എനിക്ക് ആ 3000 രൂപ കൊണ്ട് എന്റെ കെട്ടിയവന് മരുന്ന് മേടിച്ചു കൊടുക്കാൻ എനിക്ക് വളരെ സന്തോഷമായി. ഇത്രയും നോക്കൂ, അമ്മയുടെ കണ്ണ് നിറയുകയാണ്. വയ്യാത്ത ഭർത്താവിനെ നോക്കണം, പണിയെടുക്കാൻ പോകണം. അവരെ സംബന്ധിച്ചിടത്തോളം 1 മാസം അവർ വണ്ടിക്കൂലി ലാഭിക്കുന്ന പണം അവർക്ക് സ്വർഗതുല്യമാണ്. ഇത്തരത്തിൽ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ആശാവർക്കർമാരുടെ ശമ്പളം 12,000 രൂപയാക്കിയത് എത്രയോ പാവപ്പെട്ട സ്ത്രീകൾക്ക് ആശ്വാസമായി. അവരുമായി നിരന്തരം ഇടപെടുന്ന മനുഷ്യർക്കൊക്കെ ഈ നന്മയുടെ സന്തോഷം കൈപ്പറ്റാൻ സന്തോഷമാണുള്ളത്. അഹങ്കാരിയായി പിണറായി അധികാര കസേരയിൽ ഇരുന്നപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന് പേരിട്ട് വിളിച്ച ആ ആലപ്പുഴയിലെ പോലീസ് പീഡകർക്ക് നിയമത്തിന് മുൻപിൽ കീഴടങ്ങി കൊടുക്കേണ്ടി വന്നു. കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയെങ്കിലും അവർ സർവീസിന് പുറത്താണ്. അവർക്കിനി സർവീസിൽ തിരിച്ചു കയറാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. കണ്ണൂർ വിമാനത്താവളത്തിൽ വെച്ച് അഹങ്കാരിയായി പിണറായിക്കൊപ്പം ചേർന്നുകൊണ്ട് പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ് വിദ്യാർത്ഥികളെ ആക്രമിച്ച EP ജയരാജനെതിരെയുള്ള കേസന്വേഷണത്തിനും പ്രത്യേക സമിതിയായി. പിണറായിയുടെ പകയ്ക്ക് ഇരയായ AP ഷൗക്കത്ത് അലി ഇപ്പോൾ കോഴിക്കോട് കമ്മീഷണറായി ഞെളിഞ്ഞിരുന്ന് അവിടുത്തെ സഖാക്കളെ കൊഞ്ചനം കാട്ടുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ജനവിധിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചവൻ ജയിലിൽ അഴിയെണ്ണുന്നു. നീതിക്ക് വേണ്ടി നിലവിളിച്ചിട്ടും ആരും കാതു തുറക്കാതിരുന്ന നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ CBI അന്വേഷണത്തിൽ സംതൃപ്തി അടയുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞ് വയറ്റിൽ സൂക്ഷിച്ച കത്രികയുമായി വർഷങ്ങളോളം ജീവിക്കേണ്ടി വന്ന ഹർഷീനയ്ക്ക് സർക്കാർ ഉദ്യോഗമായി.
ചികിത്സാ പിഴവിന് ഇരയായി മരിച്ച വേണുവിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി. വർഷങ്ങളോളം ആയിരക്കണക്കിന് പാവപ്പെട്ട മനുഷ്യരുടെ ഉറക്കം കെടുത്തിയ കേരയിൽ മഞ്ഞക്കുറ്റി പഴങ്കഥയായി. തിണ്ണബലത്തിൻ്റെ മിടുക്കിൽ ED സംഘത്തെ ആക്രമിച്ച CPM ഗുണ്ടാസംഘം ഇപ്പോഴും ജയിലിൽ അഴിയെണ്ണുന്നു. ജോഷി തോമസ് എന്നു പേരുള്ള പാലക്കാട്ടെ ഒരു സംരംഭകൻ, ഇടതുപക്ഷക്കാരനായിരുന്നു. തൻ്റെ ബാംഗ്ലൂരിലെ ജോലി ഉപേക്ഷിച്ച് ഇവിടെ വന്ന് ഒരു പശു ഫാം തുടങ്ങിയിട്ട് നൂലാമാലകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഞൊടിയിടയിൽ ഒരു ഫോൺ കോളിലൂടെ അത് അഴിച്ചു കൊടുത്തു മുഖ്യമന്ത്രി VD സതീശൻ. പര്യത്തുകാവിലെ പാവപ്പെട്ട ദളിത് കുടുംബങ്ങൾ 58 വർഷമായി നിയമ പോരാട്ടം നടത്തുകയാണ്. CPM അവരെ ഇരകളാക്കി മുതലെടുത്തതല്ലാതെ പ്രശ്നം പരിഹരിക്കാൻ ഒരു നീക്കവും നടത്തിയില്ല. സുപ്രീം കോടതി വരെ പോയി നിയമ പോരാട്ടം നടത്തി. ആ സ്വത്ത് തങ്ങളുടേതാണ് എന്ന് ഉറപ്പ് മേടിച്ച ശങ്കരൻ നായരുടെ കുടുംബത്തെ കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യിപ്പിച്ച് ഈ കുടുംബത്തെ സംരക്ഷിക്കാൻ ഈ സർക്കാരിനല്ലാതെ ആർക്കു കഴിയും? ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. ഇന്ന് കേട്ട ഒരു വാർത്ത, വിജിലൻസ് സംഘം ഓപ്പറേഷൻ ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായി റേഷൻ കടകൾ സന്ദർശിച്ചതാണ്. റാന്നി അത്തിക്കയത്തും തിരുവനന്തപുരം ബോണക്കാടും അടക്കം പലയിടങ്ങളിലും റേഷൻ കടയിൽ വേഷം മാറി വിജിലൻസ് ഉദ്യോഗസ്ഥർ ചെല്ലുന്നു. എന്നിട്ട് അവർ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടതുകൊണ്ട് കൂടുതൽ അരി ചോദിക്കുന്നു. റേഷൻ കാർഡ് പോലും നോക്കാതെ ഉയർന്ന വിലയ്ക്ക് സന്തോഷത്തോടെ അരി റേഷൻ കടക്കാർ കൊടുക്കുന്നു. പിന്നീടാണ് അറിയുന്നത് ഇത് വിജിലൻസുകാരാണെന്ന്. ഇങ്ങനെ ഭക്ഷ്യമേഖലയിൽ കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്ന പുതിയ നീക്കം ആരംഭിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ കാര്യം പറയുകയേ വേണ്ട. 100 കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്തു. കോടിക്കണക്കിന് രൂപയുടെ ലഹരി പിടിച്ചെടുത്തു. ഇത് സാധാരണ മനുഷ്യർക്കിടയിൽ, വീട്ടമ്മമാർക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന പ്രതീക്ഷ ചില്ലറയല്ല. വലിയ നഗരങ്ങളിൽ നിന്ന് മാറി ചെറുപട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പോലും പടർന്നു പിടിച്ചിരിക്കുന്ന ലഹരി മാഫിയയുടെ അടിവേരി മാന്താൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തുന്ന ശ്രമം ശ്ലാഘനീയമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ അഴിച്ചുപണികൾ ആരംഭിച്ചു കഴിഞ്ഞു. ആരോഗ്യ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു. തൃശ്ശൂരിലെ 2 ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ പിടിവാശി തുടരുന്നതൊഴിച്ചാൽ നഴ്സിംഗ് സമരത്തിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പോയാൽ എത്ര വേഗം എങ്ങനെയാണ് ഇങ്ങനെയായത് എന്ന് ആളുകൾ ചോദിക്കുന്ന മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. സമസ്ത മേഖലകളിലും ഒരു മാസം കൊണ്ട് മാറ്റം വരുത്താൻ കഴിയുമ്പോൾ മറുഭാഗത്ത് പിണറായി വിരുദ്ധ വികാരത്തിന് ഒരു കുറവുമില്ല. പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കളും പിണറായിയെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നു. പാർട്ടിയുടെ ഉന്നത നേതാക്കൾ പിണറായി സംരക്ഷിക്കാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും പാളിക്കൊണ്ടിരിക്കുന്നു. പിണറായിയുടെ മകൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് ചാടുന്നു. പിണറായിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിറയെ തെറിവിളികളാണ്. സഖാക്കൾ പോലും പിണറായിയെയോ CPMനെയോ സംരക്ഷിക്കാൻ ഒരുങ്ങുന്നില്ല. ഒരു തരത്തിലും നിലം തൊടാൻ കഴിയാത്ത വിധത്തിൽ അധപ്പതിക്കുകയാണ് മറുവശത്ത് CPMും പിണറായിയും. വല്ലാത്തൊരു കാലം തന്നെയാണിത്. അക്ഷരാർത്ഥത്തിൽ പകച്ചു നിൽക്കുകയാണ് CPM LDFും. പല പാർട്ടികളുടെയും അടിവേര് പൂർണ്ണമായും ഇല്ലാതായിട്ടുണ്ട്. എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും, എവിടെ പിടിച്ചു കയറാൻ കഴിയും എന്നവർക്കൊരു നിശ്ചയവുമില്ല. അത്ര ശക്തമാണ് ഇപ്പോഴും കേരളത്തിൽ സതീശൻ തരംഗം.